നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കീഴിലുള്ള സിഡാക്കിൻ്റെ അതായത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ നമുക്ക് വിവിധ ഏരിയയിലായിട്ടാണ് നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ഉണ്ട്, ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന വിവിധ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഞാനിവിടെ കാണിക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് എഞ്ചിനീയർ മുതൽ നിങ്ങൾക്ക് ഇതാ പ്രൊജക്ട് ടെക്നീഷ്യൻ തുടങ്ങിയിട്ട് വിവിധ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ BE or BTech അല്ലെങ്കിൽ ME or MTech അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം തുടങ്ങിയിട്ടുള്ള ITI ഡിപ്ലോമ തുടങ്ങിയിട്ടുള്ള MBA MA തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷൻ MCA MSc തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം സ്റ്റാർട്ടിങ് തന്നെ നല്ല സാലറി ഒക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. നിങ്ങൾക്ക് കാണാം സിഡാക് റിക്രൂട്ട്മെൻറ്റ് 2025 ആയിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ഏകദേശം ടോട്ടൽ നമുക്ക് 739 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ നോട്ടിഫിക്കേഷൻ എന്നാണ് ഇവിടെ കാണാം. ജസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് എഡിറ്റിംഗ് ഇല്ലാതെ, അതായത് നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഡിറ്റിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അത് കാരണം നമ്മൾ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമുക്ക് സമയം നമ്മൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മീൻസ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ സമയം നമ്മൾ വീണ്ടും അതിന് സ്പെൻഡ് ചെയ്യണം. അത് കട്ട് ചെയ്ത് പിന്നെ നമ്മളത് വീണ്ടും ലോഡ് ചെയ്ത് കിട്ടണം നമുക്ക് കേട്ടോ ഒരു പ്രൊഡക്റ്റായിട്ട്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹകരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇങ്ങനെ മതിയെങ്കിൽ. കാരണം നമുക്കതിൻ്റെ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു എവർഗ്രീൻ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും അല്ല ഇടുന്നത്. നമ്മൾ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള കണ്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമുക്കതിൽ കാര്യമില്ലാതെ എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും പാടെ ഒന്ന് എന്തെങ്കിലും ക്ലാരിറ്റിക്കോ അല്ലെങ്കിൽ സംസാരത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്കത് ഉപകാരപ്രദമാകും. നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിഡാക്കിൻ്റെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ബാംഗ്ലൂർ, ഞാൻ ഓരോന്ന് കാണിക്കാം, ചെന്നൈ, ഇതൊക്കെ വേക്കൻസികളാണ്. ഇത് ഓരോന്ന് ഞാൻ അടുത്ത് കാണിക്കാം. ഡൽഹി, ഹൈദരാബാദ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരമൊക്കെ ഞാൻ കാണിക്കുന്നത്. പൂനെ നിങ്ങൾക്ക് കാണാം, തിരുവനന്തപുരം, ഇവിടെയൊക്കെ വേക്കൻസി ഉണ്ട്. ഇതെല്ലാം എല്ലാ ഡേറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് 1-2 ഫെബ്രുവരി 1 വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 20 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം. അതിൻ്റെ ഡേറ്റ് ഏകദേശം സെയിം തന്നെയാണ്, സെയിം ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്യൂ ചെയ്ത ഡേറ്റും അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റും സെയിം ആണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാം. അതിന് മുൻപ് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അപ്ഡേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും. നേരെ നമുക്ക് എന്ത് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്ന ഇവിടെ ബാംഗ്ലൂർ എടുക്കുകയാണ്. തിരുവനന്തപുരം ഞാൻ എടുക്കാം കേട്ടോ. ബാംഗ്ലൂർ എടുക്കാം, അല്ല വേണ്ട, ആദ്യം നമുക്ക് തിരുവനന്തപുരം എടുക്കാം. അപ്പോൾ നമുക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന താല്പര്യങ്ങളുണ്ടാവും. തിരുവനന്തപുരമാണ് ആദ്യം എടുക്കുന്നത്. ഇവിടെ കാണാം സിഡാക്ക് തിരുവനന്തപുരം ഇൻവൈറ്റ്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 20 ഫെബ്രുവരി ആണെന്നുള്ള ഓർത്ത് വെക്കുക. ഇവിടെ ഇതൊരു ലിങ്കാണ്, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ആദ്യം തന്നെ ഇത് പറയാം, ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. അപ്പോൾ സിഡാക്ക് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം അത്രയും വലിയൊരു സെക്ടറാണ്. അപ്പോൾ അതിലൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ യൂസ് ഉണ്ടാവുന്നുള്ളതാണ്. പിന്നെ ഇവിടേക്കൊക്കെ വിളിക്കുന്ന സമയത്തും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനെ വിളിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതാ ജോബ് ഡീറ്റെയിൽസ് എന്നിട്ട് ടേബിൾ ഉണ്ട് ഇവിടെ കാണാം. പ്രൊജക്റ്റ് അസോസിയേറ്റ്, ഫ്രഷർ എന്ന് കാണാം, പ്രൊജക്റ്റ് എഞ്ചിനീയർ, എക്സ്പീരിയൻസ്, ഇത് ഓരോന്നിനും ഓരോരോ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഏകദേശമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. റിക്വയർഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ആ ഒരു ഡിഗ്രി ഏതാ വേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസിപ്ലിൻസ് ഒക്കെ നിങ്ങൾ അതായത് പോസ്റ്റ് വന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ITI ഡിപ്ലോമ, ഗ്രാജുവേഷൻ മുതൽ MBA MA അതുപോലെ BE or BTech, MA or MTech അങ്ങനെയുള്ള വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊജക്റ്റ് അസോസിയേറ്റ് എന്നുള്ളത് ഫ്രഷർ, ഇവിടെ 3 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരമാണ് വേക്കൻസി. വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഏജ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട മാക്സിമം ഏജ് ലിമിറ്റ് 30 ആണ്. ഏജ് ലിമിറ്റ് 30 നിങ്ങൾക്ക് SC/ST ആണെങ്കിൽ 5 വർഷവും, OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഏജ്
എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE or BTech ആണ്, അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ്. അത് സ്പെഷ്യലൈസേഷൻ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BE or BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ കണ്ടോ എക്സ്പീരിയൻസ് ഉള്ളിടത്ത് നമുക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ സ്കിൽ സെറ്റ്, ഇതിലേതെങ്കിലും സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിലേക്കുള്ള സെലക്ഷന് സാധ്യതയുള്ളൂ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, എങ്കിലും അവർ നമ്മുടെ ഇനീഷ്യലി സ്ക്രീനിങ് ചെയ്യുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും സ്കിൽ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുക്കണം. ഓക്കെ, പിന്നെ മിനിമം CTC ആണ്, മിനിമം CTC അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, മാക്സിമം അല്ല. അപ്പം നമുക്കിവിടെ കാണാം 3.6 lakh per annum എന്നുള്ള ലെവലിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്താണ് ഒരു സാലറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 10, 35, 40 ഒക്കെ മുകളിൽ സ്റ്റാർട്ടിങ് സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് മിനിമം CTC ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കരാർ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്റ്റിൻ്റെ 3 വർഷമായിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കട്ടെ, 3 വർഷത്തേക്കായിരിക്കും. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് മുൻപ് ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കോമൺ ആയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ യാതൊരുവിധ എക്സാം ഫീയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തന്നെ തിരുവനന്തപുരം ഇത് സ്ക്രോൾ ഡൗൺ താഴെ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. സെലക്ഷൻ പ്രൊസീജിയറൊക്കെ പറയുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അതിൽ നല്ല ക്വാളിഫൈഡ് ആയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എക്സാം റിട്ടൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ യാതൊരുവിധ അപേക്ഷ ഫീസോ കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഓൺലൈനായിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് കാണിക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഒക്കെ നിങ്ങളുടെ കാണാം, February 1 മുതൽ February 20 വരെയാണ്. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യം. അപ്പോൾ തിരുവനന്തപുരം നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. ഇനി പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ വേറെ ഉണ്ട്, അത് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്ത് ആ ഡിസിപ്ലിനൊക്കെ വ്യത്യാസം ഉണ്ടാകാം, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ കമ്പ്യൂട്ടർ സയൻസും ഇൻഫർമേഷൻ ടെക്നോളജിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. ഇതിലും BE or BTech 60% മാർക്കോടുകൂടി പാസ്സായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. എക്സ്പീരിയൻസ് വേണ്ട, 30 ഏജ് ലിമിറ്റ്. SC ST OBC ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ പോസ്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് നമ്മൾ കട്ട് ചെയ്യാത്ത വീഡിയോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം എന്താണ് ബ്രേക്ക് ചെയ്ത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ എല്ലാം പറയണം തോന്നില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഓരോന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ ഓരോന്നും നിങ്ങൾക്ക് നോക്കണം, നിങ്ങളെല്ലാം നോക്കുക. ഓക്കെ, അപ്പോൾ പലതിനും പല ഡിസിപ്ലിൻസ് ആണ് അല്ലെങ്കിൽ പല സ്പെഷ്യലൈസേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഇല്ല എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഓരോന്നും എടുത്ത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾക്ക് ഏതെങ്കിലും ചാൻസ് ഉണ്ടോ നോക്കുക. സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ ചില പോസ്റ്റിന് എക്സ്പീരിയൻസ് ഉണ്ട്, ചില പോസ്റ്റിന് എക്സ്പീരിയൻസ് ഉള്ളിടത്ത് നിൽന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു കാര്യം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ജസ്റ്റ് അടുത്ത ഏതെങ്കിലും സെക്ടർ, കാരണം നിങ്ങൾക്ക് ബാക്ക് എന്നുള്ള ഏറ്റവും താഴെ തന്നെ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക് നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ലിങ്ക് അടുത്തെടുത്താലും മതി. ഓക്കെ, ഇനി ഞാൻ ബാംഗ്ലൂർ എടുത്ത് കാണിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കാണാം ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂർ ക്ലിക്ക് ചെയ്യുന്നു. ബാംഗ്ലൂരിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതുപോലെ പ്രൊജക്ട് എഞ്ചിനീയർ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം പ്രൊജക്ട് എഞ്ചിനീയർ തന്നെ അതിൻ്റെ ഡൊമൈൻ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഏരിയാസാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ, അതായത് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡാറ്റാ സയൻസുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓരോന്നും നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും, ഡൊമൈൻ നോക്കിയാൽ മതി. നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. IT അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോന്ന് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ വ്യൂ ഡീറ്റെയിൽ അപ്ലൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് പോസ്റ്റ് ഇവിടെ കാണിക്കും, അതുപോലെ അതിൻ്റെ ഡൊമൈൻ ഇവിടെ കാണിക്കും. അതിൻ്റെ ഏജ് ലിമിറ്റ് 35 നേരത്തെ 30 നമ്മൾ പറഞ്ഞത്, അതിന് 35. പക്ഷേ ഇതിലേക്ക് മിനിമം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ 0 to 3 years ആണ്. അത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അവർ കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ BE or BTech വെച്ച് അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് വേണം. ഇനി അതല്ലെങ്കിൽ PG, അതായത് MSc നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ MCA അങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. MSc നിങ്ങൾ ഈ പറയുന്ന നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും PG ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ME or MTech ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. ME or MTech അല്ലെങ്കിൽ അതുപോലെ PhD ഒക്കെ. അപ്പോൾ ഇതാണ് ഡൊമൈൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ
മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൊമൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തന്നെയാണോ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സ്കിൽ സെറ്റ്, ഇതിലേതെങ്കിലും ഒരു സ്കിൽ സെറ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു സാധ്യത ഉണ്ടാവുള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ധാരണ ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കൊടുക്കുക. നിങ്ങൾക്കുള്ള ജോബ്, നിങ്ങളുടെ ആ ഒരു ഫംഗ്ഷനിങ് ഏരിയാസ് എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാം. ഈ സാലറി ഇവിടെ പറയുന്നത് 4.49 lakh per annum മുതൽ നിങ്ങൾക്ക് 7.5 അത് CTC വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാലറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 3 year ആണ് ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഒന്ന് പറയാം കേട്ടോ ലാസ്റ്റ്. ഇനി അടുത്ത് നമുക്ക് അങ്ങനെ ഓരോന്നും ഇപ്പോൾ എല്ലാം ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ തീരൂല, കാരണം ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിൽ ഓരോന്നും വ്യത്യസ്ത ക്വാളിഫിക്കേഷനാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇനിഷ്യലി പറഞ്ഞ പോലെ നിങ്ങൾക്ക് BA or BTech മാത്രമല്ല, MA or MTech, അതല്ല നിങ്ങൾക്ക് PG, അതായത് നിങ്ങൾക്ക് MC അല്ലെങ്കിൽ MSc, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ, MA, അല്ലെങ്കിൽ നിങ്ങൾക്ക് ITI, ഡിപ്ലോമ, അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളതിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ, ഇവിടെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിക്കാം. അടുത്തത് നമ്മൾ ഓക്കെ, യെസ്, ഇതിപ്പോൾ ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മളത് തന്നെ എടുക്കട്ടെ. അത് ഞാൻ ബാക്ക് അടിച്ചു പോയി. ഓക്കെ, നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഹോം പേജിൽ, നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ ഹോം പേജിലേക്ക് വരും. ബാംഗ്ലൂർ എടുത്ത് ഞാൻ അടുത്ത് ചെന്നൈ ആണ് എടുത്ത് കാണിക്കുന്നത്. ചെന്നൈ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചെന്നൈയിൽ നമുക്ക് അത്യാവശ്യം വേക്കൻസി ഉണ്ട്. അപ്പോൾ ചെന്നൈയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൊജക്റ്റ് അസോസിയേറ്റ് അങ്ങനെ തുടങ്ങിയിട്ട് ഇതിൽ 31 വേക്കൻസിയാണ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷനൊക്കെ ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൊച്ചിയിലൊക്കെ പോസ്റ്റിംഗ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതാക്കണ്ട. അപ്പോൾ ചെന്നൈൻ്റെ തന്നെ വിവിധ റീജിയണൽ ആയിട്ടുള്ള രീതിയിലുള്ള എന്താണ് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അതുപോലെ കൊച്ചിയിലൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെ അതൊക്കെ നോക്കാം നിങ്ങൾക്ക് കേട്ടോ, പോസ്റ്റിംഗ് ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക്. ഇനി ഇവിടെ പ്രൊജക്റ്റ് ടെക്നീഷ്യൻ കാണാം. ഇതൊന്ന് ജസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യാൻ 30 വേക്കൻസി ഉണ്ട്. വ്യൂ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ കാണാം നിങ്ങൾക്ക് ITI പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ പഠിച്ചവർക്ക്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ വേണ്ട, ജസ്റ്റ് നിങ്ങൾ എന്താണ് പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം കേട്ടോ, സോറി. ദെൻ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ITയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ, BSc കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി കേട്ടോ. ITI കഴിഞ്ഞവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അപ്പോൾ ITI എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടൊൊക്കെയുള്ള ITI ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡൊമൈൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സയൻസൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ ബന്ധപ്പെട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ ഇപ്പം ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്യാം കേട്ടോ. അതിലിപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ടെക്നീഷ്യനിൽ തന്നെ മേ ബി ഫ്രഷേഴ്സിന് ഉണ്ടോ എന്നൊക്കെ നിന്ന് നോക്കുക. അതിപ്പോൾ ചെന്നൈൻ്റെ ആണ്. അങ്ങനെ ഓരോന്നിൻ്റെ എടുത്ത് നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങളത് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ചെയ്യട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേഗം നമ്മൾ ഓടിപ്പാഞ്ഞ് നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ഇതിൽ ഒരുപാട് നിങ്ങൾക്കിവിടെ കാണാം ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ ഒരുപാട് ഏരിയ ആണെങ്കിൽ കൂടിയും നമുക്ക് ഇവിടെ അതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷനൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് ഹൈദരാബാദ് എടുത്ത് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാം. ഹൈദരാബാദ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം നമുക്ക്. ഇതിൻ്റെ നിങ്ങളുടെ പോസ്റ്റിംഗ് ലൊക്കേഷൻ ഇതൊക്കെ ഹൈദരാബാദ് തന്നെയാണ് പോസ്റ്റിംഗ് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കട്ടോ. അപ്പോൾ ഇതിലൊക്കെ പല പ്രൊജക്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക അങ്ങനെ പല പല പോസ്റ്റുകൾ മാറുന്നുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ അവസാനിപ്പിക്കാറ്. എന്താണെന്ന് വെച്ചാൽ എല്ലാം പറയുക എന്നുള്ളത് പോസിബിൾ അല്ല. നിങ്ങൾക്കറിയാലോ ഇതിൽ ഓരോന്ന് നമ്മൾ എടുത്ത് പറയുമ്പോൾ എത്രത്തോളം സമയം എടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ലോജിക്കായിട്ട് നിങ്ങളത് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പായിട്ടൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ തിരുവനന്തപുരമാണ് അപ്ലൈ എന്ന് വിചാരിക്കുക. തിരുവനന്തപുരം എടുക്കുകയാണ്. തിരുവനന്തപുരം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മളിപ്പോൾ കിടക്കണം തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഒരിക്കലും ഇത് പെർമനൻറ്റ് വേക്കൻസി അല്ല, കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൊജക്റ്റ് അസോസിയേറ്റ് ഫ്രഷറിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യുക, വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണാം. ഏറ്റവും താഴെ ഇവിടെ കാണാം അപ്ലൈ എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ മുകളിൽ റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനാണ് ചോദിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും ഇനി മുൻപ് വന്നതാണെങ്കിലും ഒക്കെ ഇതേ സെയിം സംഭവം തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ നമ്മളുടെ മെയിൽ ID ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, GOCL എജുലാൻഡ് എന്ന് നമ്മുടെ മെയിൽ ID ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്.
@gmail.com. ഈ അടിക്കുന്ന സമയമൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു നിങ്ങളോട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മളതിനെ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ അത് ഇതായി വരണമെങ്കിലൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ ടൈമൊക്കെ നമുക്ക് വേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. നിങ്ങൾ മൊബൈൽ നമ്പർ ഇതൊന്നും എൻ്റെ കറക്റ്റ് മൊബൈൽ നമ്പർ അല്ല, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിലൊന്നും വിളിക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളതിലേക്ക് ഒരു OTP വരും, നമ്മുടെ മെയിലിലേക്കാണ് OTP വരിക. മൊബൈൽ നമ്പർ ഞാൻ വെറുതെ രണ്ടാമായിട്ട് അടിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിലിൽ ഞാൻ ജസ്റ്റ് മെയിലൊന്ന് ഓപ്പൺ ആക്കട്ടെ, അതിനുള്ളൊരു സമയം വേണേ. മെയിൽ ഓപ്പൺ ആക്കി നമ്മളിവിടെ അതിൻ്റെ OTP നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്, മെയിലിലേക്ക് വന്നിട്ടുണ്ട്, മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ തെറ്റായ നമ്പറാണ് അടിച്ചു കൊടുത്തത്. അങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ മെയിൽ ഓപ്പൺ ആക്കിയാൽ മതി. മെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നമ്പർ കൊടുക്കണം കേട്ടോ. ഞാൻ അപ്പോൾ നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് നമ്പർ അങ്ങനെ അടിച്ചു കൊടുത്തത്. 49 നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ OTP അടിച്ചു കൊടുത്തു, എന്നിട്ട് വെരിഫൈ എന്നുള്ള കൊടുക്കണം. അങ്ങനെ വെരിഫൈ എന്ന് കൊടുത്ത സമയത്ത് ഇതാ നമ്മൾ നേരത്തെ വന്ന ആ പേജിൽ തന്നെയാണ് ഇപ്പം കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ ഈ സെയിം ബട്ടൺ തന്നെ ഇതാ അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ലോഗിനായി വീണ്ടും എന്ത് ചെയ്യണം, ഈ പേജിൽ തന്നെയാണ് കിടക്കുക കേട്ടോ. വിചാരിച്ച് ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് വിചാരിക്കേണ്ട, ഇങ്ങനെ തന്നെയാണ് കിടക്കുക. ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കണ്ടോ. ഓക്കെ, പൊസിഷൻ അപ്ലൈയിങ് ഫോർ പ്രൊജക്ട് അസോസിയേറ്റ് ഫ്രഷർ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് കറക്റ്റ് അത് തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ പേഴ്സണൽ പ്രൊഫൈൽ എന്നാണ് ഇവിടെ കാണിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ലൊക്കേഷനാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരമാണ്. ഇപ്പോൾ നമ്മൾ ചെന്നൈ ആണെങ്കിൽ നമുക്ക് കാണാം അതിൽ കൊച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും എന്താണ് ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് ആക്കണമെങ്കിൽ, അതായത് മറ്റു ലൊക്കേഷനിലേക്കും പാടെ നിങ്ങളെ കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം മതിയെങ്കിൽ, തിരുവനന്തപുരം മാത്രം മതിയെങ്കിൽ അത് അവിടെ നോ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അടിക്കാം. ഫാദറിൻ്റെ പേരടിക്കാം, മെയിൽ ഓർ ഫീമെയിൽ എന്താണ് അതടിക്കാം, സിംഗിൾ, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, ഞാൻ പറയണമെന്ന് തോന്നുന്നില്ല. പിന്നെ കാറ്റഗറി ഇതൊക്കെ നിങ്ങൾ കൊടുക്കുക, SC/ST OBC ഏതായിരിക്കും നിങ്ങൾ അതനുസരിച്ച് കൊടുക്കുക കേട്ടോ. PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, പിന്നെ ഇത്രയും കാര്യങ്ങൾ. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ഗവൺമെൻറ് സെമി ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക. അതൊക്കെ നമ്മൾ നോ കൊടുത്താൽ മതി. എക്സ് സർവീസിനാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ കറൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അവിടെ കൊടുക്കേണ്ടത്. പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കറൻറ്റ് അഡ്രസ്സ് നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്തിട്ട് അതെന്നാണോ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആസ് കറൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ആവും. എന്നിട്ട് സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കൂടെ സേവ് ആയിക്കോളും. നമ്മളൊരു ഫോട്ടോഗ്രാഫ് എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ഫോട്ടോഗ്രാഫ് ജസ്റ്റ് പാസ്വേഡ് ഫോട്ടോഗ്രാഫ് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോട്ടോഗ്രാഫ് കാര്യങ്ങൾ. ഇനി അടുത്തത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞിട്ട് റഫറൻസ്. അപ്പോൾ റഫറൻസ് എന്നുള്ളത് ഞാനിപ്പോൾ അതിലേക്ക് പോയിട്ടില്ല. റഫറൻസ് എന്ന് പറയുന്നത് അധികവും ഇങ്ങനെയാണ് ഉണ്ടാകുക, നമ്മുടെ അക്കാദമിക് കാര്യങ്ങൾ അറിയുന്ന 2 വ്യക്തികളുടെയാണ് ചോദിക്കാറ്. അത് നിങ്ങൾ നോക്കണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കണേ. എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്കാദമിക് കാര്യങ്ങൾ നമ്മുടെ റിലേറ്റീവ്സ് എന്നായത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ ആരെങ്കിലും ബനവാത്തോടെ അവരുടെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തത്. അപ്പോൾ നോക്കണം കേട്ടോ, നിങ്ങൾ റെഫറൻസസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട്. ഞാൻ എൻ്റെ ഒരു അനുമാനത്തിലാണ് ഞാൻ പറയുന്നത്. ഏകദേശം അതായിരിക്കാനാണ് എല്ലാ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ അത് വരാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഞാൻ അങ്ങോട്ട് നെക്സ്റ്റ് അടിച്ച് പോയി നോക്കിയിട്ടില്ല. ഓക്കെ, കാരണം ഇതൊക്കെ ഫില്ല് ചെയ്യണം. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പാടെ ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഇവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഓക്കെ, മറ്റേത് എനിക്ക് ആ ഭാഗങ്ങളെ കട്ട് ചെയ്ത് അങ്ങനെ പോകാനല്ലോ ചെയ്യുക. പിന്നെ പ്രിവ്യൂ ആണ്, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ആണ്, നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതൊക്കെ ഈ നിങ്ങളുടെ മെയിൽ ID വഴിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾ പ്രോപ്പറായുള്ള മെയിൽ ID ഒക്കെ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഇനി അപ്ലൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യാറുള്ളിടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാറുള്ളിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ വാട്സപ്പിൽ കണക്ട് ചെയ്യാം. അതിലൂടെ വാട്സപ്പിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക. കാരണം എല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതല്ല, നിങ്ങൾക്ക് എന്താണ് ഇപ്പം നമ്മുടെ വേറൊരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോപ്പറായുള്ള ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതിൽ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം, ആ രീതിയിൽ ചെയ്താൽ മതി. ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ട് അതിന്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എന്താണ് ഒരു സർവീസ് ആയിട്ടാണ്, പെയ്ഡ് സർവീസ് ആയിട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, മാക്സിമം നമ്മൾ വാട്സപ്പിലേക്ക് കൊടുക്കാറുണ്ട്.
എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പ്രശ്നം വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.